സമ്പന്നതയിൽ വളർന്ന ഒരാൾക്ക് മലയാള ചലച്ചിത്രത്തെ സ്വന്തം വരുതിയിലാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതിന് ഉദാഹരണമാണ് കുഞ്ചാക്കോ എന്ന ചലച്ചിത്രകാരൻ. മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത പേര് കുഞ്ചാക്കോ. അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ മറ്റൊരു പേരും ഉദയ സ്റ്റുഡിയോ. കുറച്ചു കാലം പിന്നിലേക്ക് നമുക്ക് പോകാം. ആലപ്പുഴയുടെ കുട്ടനാടൻ മേഖലയാണ് പുളിങ്കുന്ന് എന്ന സ്ഥലം. അവിടെ മാണി ചാക്കോയുടെയും ഏലിയാമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 1912 ഫെബ്രുവരി മാസത്തിൽ. ഏറെ അറിയപ്പെടുന്ന ഒരു കുടുംബമെന്ന് മാത്രം പറഞ്ഞാൽ മതിയാകില്ല. അന്നാട്ടിലെ കയർ വ്യവസായം മുഴുവൻ കൈയാളുന്ന തറവാട്ടുകാർ കൂടിയായിരുന്നു മാണി ചാക്കോയുടെ കുടുംബം. കയറാപ്പീസ് എന്നായിരുന്നു ആ തറവാടിനെ അന്നാട്ടിലുള്ളവർ വിളിച്ചിരുന്നത്. അത്രയും ധനാഢ്യരായ കുടുംബത്തിലാണ് ബോബൻ കുഞ്ചാക്കോയുടെ ജനനം. ഇൻ്റർമീഡിയറ്റ് ഒക്കെ പാസ്സായ ശേഷം ആലപ്പുഴയിലേക്ക് കുടുംബത്തിൻ്റെ വ്യവസായമൊക്കെ നോക്കി നടത്താനായിട്ടാണ് കുഞ്ചാക്കോ ആലപ്പുഴയിലേക്ക് എത്തിയത്. അക്കാലത്ത് മലയാള സിനിമയുടെ ഈറ്റില്ലം എന്ന നിലയിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പഴയകാല മദ്രാസ് ആയിരുന്നു. ഇതിനിടയിലാണ് കുഞ്ചാക്കോയുടെ ഉള്ളിൽ സിനിമാ മോഹം കയറിക്കൂടിയത്. പക്ഷേ സിനിമയിലധികം മുൻപരിചയമൊന്നും ഇല്ലാതിരുന്ന കുഞ്ചാക്കോ ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ ഒരു സ്റ്റുഡിയോ സ്ഥാപിക്കുകയാണ് ആദ്യം ചെയ്തത്. 1947 ചലച്ചിത്ര വിതരണക്കാരനായിരുന്ന KV കോശിയുമായി ചേർന്നിട്ടാണ് ഉദയ സ്റ്റുഡിയോ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നത്. K&K പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലായിരുന്നു ചിത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്. അങ്ങനെ ഉദയ സ്റ്റുഡിയോയുടെ ആദ്യകാല ചിത്രമായ വെള്ളി നക്ഷത്രം പുറത്തിറങ്ങി. പക്ഷേ വിമർശകർ കണ്ണും പൂട്ടി ആ ചിത്രത്തെ കൊല്ലാക്കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫെലിക്സ് ജെ ബെയ്സി 1949 സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ മിസ് കുമാരിയും ആലപ്പി വിൻസെന്റും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഉദയ പിക്ചേഴ്സ് നിർമ്മിച്ച ഈ ചിത്രം മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന 4ാമത്തെ ചിത്രം കൂടിയാണ് എന്നും നമ്മൾ ഓർക്കണം. BA ചിദംബരനാഥ് എന്ന സംഗീത സംവിധായകൻ്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു വെള്ളി നക്ഷത്രം. പക്ഷേ അതിശക്തമായി ഈ ചിത്രം വിമർശിക്കപ്പെട്ടു. അടുത്ത വർഷം തന്നെ ഇരുവരുടെയും നിർമ്മാണത്തിൽ അടുത്ത ചിത്രവും പുറത്തിറങ്ങി. മിസ് കുമാരിയും അഗസ്റ്റിൻ ജോസഫും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം നല്ല തങ്കയായിരുന്നു അത്. 1950 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. PV കൃഷ്ണയ്യർ സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് വി ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് അക്ഷരഗുരു എന്നറിയപ്പെടുന്ന മുതുകുളം രാഘവൻ പിള്ളയാണ്. മലയാളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമെന്നറിയപ്പെടുന്ന ജീവിത നൗക എന്ന ചിത്രവും ഉദയ സ്റ്റുഡിയോയുടേതായി പുറത്തിറങ്ങി. 20,000 രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയത് 284 ദിവസങ്ങളിലായിരുന്നു. തമിഴിലും തെലുങ്കിലും ഒരേപോലെ ചിത്രീകരിച്ച ഈ ചിത്രം ഹിന്ദിയിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. തിക്കുറിശി സുകുമാരൻ നായരും BS സരോജയുമാണ് പ്രധാന വേഷങ്ങളിൽ ജീവിത നൗകയിൽ അഭിനയിച്ചത്. K. വെമ്പാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിശപ്പിൻ്റെ വിളി തുടങ്ങി 4 ചിത്രങ്ങളായിരുന്നു ഉദയ സ്റ്റുഡിയോയുടേതായി ആദ്യം പുറത്തിറങ്ങിയത്. പിന്നീട് കോശിയും കുഞ്ചാക്കോയും പരസ്പരം പിരിയുകയായിരുന്നു. കോശി സ്വന്തമായി ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുമായി മുന്നോട്ട് പോയി. തുടർന്ന് ഉദയ സ്റ്റുഡിയോ സ്വന്തമായി ചിത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അച്ഛൻ, അവൻ വരുന്നു, കിടപ്പാടം എന്നീ ചിത്രങ്ങളാണ് ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ മലയാളത്തിനായി കുഞ്ചാക്കോ സമ്മാനിച്ചത്. പ്രേം നസീറിനെയും മിസ് കുമാരിയെയും നായികാനായകന്മാരാക്കി MRS മണിയാണ് കിടപ്പാടം എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം 1955 പുറത്തിറങ്ങിയത്. പക്ഷേ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടതോടെ ഉദയ സ്റ്റുഡിയോ പൂട്ടേണ്ട അവസ്ഥയിലെത്തി. അങ്ങനെ പൂട്ടിയ സ്റ്റുഡിയോ പിന്നീട് TV തോമസിൻ്റെ കൂടി സഹായത്തോടെയാണ് തുറന്നത്. ഉദയ സ്റ്റുഡിയോയുടെ നിർമ്മാണം ഏറെക്കുറെ അവസാനിച്ച സാഹചര്യത്തിലാണ് പിന്നീട് കുഞ്ചാക്കോ സംവിധാന രംഗത്തേക്ക് കടന്നത്. ഉമ്മ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് ബോബൻ കുഞ്ചാക്കോ സംവിധാന രംഗത്തേക്ക് എത്തിയത്. മൊയ്തു പടിയത്തിൻ്റെ നോവലിനെ അധികരിച്ചൊരുക്കിയ ഉമ്മ എന്ന ചിത്രത്തിൽ തിക്കുറിശി സുകുമാരൻ നായരും BS സരോജയുമാണ് പ്രധാന വേഷത്തിലെത്തിയത്. 1960 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അതേ വർഷം തന്നെ നീലിസാലിയും സീതയും സംവിധാനം ചെയ്ത് ചിത്രം ഹാട്രിക് നേടാനും കുഞ്ചാക്കോ എന്ന സംവിധായകന് കഴിഞ്ഞു. പ്രേക്ഷക ശ്രദ്ധയും വിമർശകരുടെ ശ്രദ്ധയും പിടിച്ചുപറ്റുകയും ചെയ്തു ഇവയെല്ലാം തന്നെ. അതിനുശേഷം 40ഓളം ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ഏറെയും പുരാണ ചിത്രങ്ങളായിരുന്നു. ഭാര്യ, ഉണ്ണിയാർച്ച, പാലാട്ടുകോമൻ, ശകുന്തള, പഴശ്ശിരാജ തുടങ്ങി നിരവധി വിവിധ ജോണറുകളിലുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്തതിലൂടെ
മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ എന്ന നിലയിലേക്കും കുഞ്ചാക്കോയുടെ പേര് എഴുതി ചേർത്തപ്പെട്ടു. ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയുടെ വരവോടുകൂടി പല ചിത്രങ്ങളും മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. അതോടൊപ്പം പ്രഗത്ഭരായ നിരവധി സംവിധായകരെയും മലയാളത്തിന് സമ്മാനിക്കാൻ കുഞ്ചാക്കോയ്ക്ക് കഴിഞ്ഞു. തോപ്പിൽ ഭാസി, KS സേതുമാധവൻ, K രഘുനാഥ് തുടങ്ങിയ സംവിധായകരെ മലയാളത്തിന് ലഭിക്കാൻ തന്നെ കാരണം കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോ ആണെന്ന് മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കാണാം. മലയാള ചലച്ചിത്രത്തിൻ്റെ വികസനത്തിന് ഏറെ സംഭാവനകൾ നൽകിയ ഉദയ സ്റ്റുഡിയോയുടെ ശില്പി കുഞ്ചാക്കോയുടെ അവസാന ചിത്രം 1977 പുറത്തിറങ്ങിയ കണ്ണപ്പനുണ്ണിയായിരുന്നു. അത് ഉദയയുടെ 75ാമത് ചിത്രം കൂടിയായിരുന്നു. ഒരു സിനിമയുടെ നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം. കഥ തിരഞ്ഞെടുക്കുന്നത് മുതൽ അദ്ദേഹം അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതീവ ശ്രദ്ധാലുവാകാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഓരോ ചിത്രവും ഏറെ മികവാർന്നതായി മലയാളത്തിന് ലഭിച്ചത്. മല്ലനും മാധേവനും എന്ന ചിത്രത്തിൻ്റെ റീ റെക്കോർഡിങ്ങിനായി അദ്ദേഹം മദ്രാസിലേക്ക് സംഗീത സംവിധായകൻ K രാഘവൻ മാസ്റ്ററുമായി തിരിച്ചു. അതിനിടയിലാണ് കുഞ്ചാക്കോയുടെ വിയോഗ വാർത്തയും മലയാളത്തിലേക്ക് എത്തിയത്. 1976 ജൂൺ 15 അദ്ദേഹം അപ്രതീക്ഷിതമായി മലയാള സിനിമയെ ഒഴിവാക്കി കടന്നുപോയത്. അതും 64-ാം വയസ്സിൽ. ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. ചലച്ചിത്രത്തിൻ്റെ സ്വഭാവം മാറിയപ്പോൾ ഉദയ സ്റ്റുഡിയോയുടെ പ്രാധാന്യവും കുറഞ്ഞു വന്നു. മലയാള സിനിമ വാതിൽപ്പുറ ചിത്രീകരണങ്ങളിലേക്കും കടന്നു. എങ്കിലും ഉദയ സ്റ്റുഡിയോയും കുഞ്ചാക്കോ എന്ന ചലച്ചിത്രകാരനും മലയാളിക്ക് നൽകിയ ചലച്ചിത്രങ്ങൾ ഇന്നും 100 മേനിയായി നിലനിൽക്കുന്നു.